പ്രിയപ്പെട്ട കവടിയാറുള്ള വോട്ടർമാരെ, ഇലക്ഷനിങ് അടുത്തു വന്നു. 9-ാം തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്നുള്ളതറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ UDF കൗൺസിലർമാരോടൊപ്പം ചേർന്നുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ധാരാളം നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കിനി കുറേയേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കവടിയാർ പെരുമ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പഴയകാല പ്രവർത്തനങ്ങളോടൊപ്പം അതിന് തുടർച്ചയോടൊപ്പം പുതിയ കൂടുതൽ ആശയങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ കവടിയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഏറ്റവും ആദ്യം കുടിവെള്ള പൈപ്പ് ലൈൻ വന്ന ഒരു റോഡാണെങ്കിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും രാത്രി പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ പലയിടത്തുമുണ്ട്. അതിൻ്റെ കാര്യം നമ്മുടെ പൈപ്പ് നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെയാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നമ്മുടെ നഗരത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ എന്ന പോലെ അതിനേക്കാൾ കൂടുതൽ കുടിവെള്ളം കവടിയാർ എത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. രണ്ടാമത്തെ പ്രശ്നം, കവടിയാർ മാത്രമല്ല എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഈ തെരുവുനായയുടെ ശല്യം. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്, പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ തെരുവുനായകളുടെ വിഷയം നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റായിട്ടുള്ള സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കോടതിയുടെ അനുമതിയോടെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രായമുള്ള ആളുകളും കുട്ടികളും ഒക്കെ റോഡിൽ ഭയപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കവടിയാർ ധാരാളം ആളുകൾ രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തെരുവുനായയുടെ കടിയേക്കുമോന്ന് ഭയപ്പെട്ട് ആളുകൾ ഇനി നടക്കാൻ പോകാതിരിക്കുന്ന ഒരവസ്ഥ കവടിയാറിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഇഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പാവപ്പെട്ട ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. വെയിലത്തും മഴയത്തുമൊക്കെ നടന്ന് അലഞ്ഞവരെല്ലാം കൃത്യമായി ഒരു ദിവസം പോലും വിടാതെ അവർ കഷ്ടപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേസ്റ്റ് പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കവടിയാർ മാത്രമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് UDFൻ്റെ ഒരു കോർപ്പറേഷൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. പിന്നെ ഞാനിവിടെ എല്ലാ വീടുകളിൽ കയറിയപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഒരു വീട്ടിലും മക്കളില്ല. ഇപ്പം എൻ്റെ കൂട്ടുകാരടക്കം എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ വെളിയിലാണ്. ഇവിടെയുള്ളൊരു ഭൂരിഭാഗം വീട്ടുകളിലും അമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കോ അച്ഛനൊറ്റയ്ക്കോ മാത്രമാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം. അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരുത്തണം. അതുകൊണ്ട് ഈ ജെറിയാട്രിക് കെയറിൻ്റെ പ്രായമുള്ള ആളുകളുടെ പരിപാലനത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള ഒരു കവടിയാർ മോഡൽ, ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു മോഡൽ എന്നുള്ള ഒരു പദ്ധതി കവടിയാറിന് വേണ്ടി ആവിഷ്കരിക്കുമെന്നുള്ളത് ഉറപ്പ് നൽകുന്നു. അതേപോലെ ഏറ്റവും കൂടുതൽ പാർക്കുകളുള്ള സ്ഥലമാണ് കവടിയാർ. നമുക്ക് സജീവമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള പൊതുവിടങ്ങൾ വേണം. ഒരു പിതാവെന്ന രീതിയിൽ എൻ്റെ മകൻ വന്ന് 2 മണിക്കൂർ കളിച്ചിട്ട് പോയാലും അവന് എനിക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ കഴിയുന്ന